ബ്രഹ്മവൈവർത്ത പുരാണം അനുസരിച്ച് പാണ്ഡ്യ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേരാണ് സഹസ്രക്ഷ. അദ്ദേഹം പെൺകുട്ടികളുമായി സ്നേഹത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ ഒരു സമയത്താണ് ദുർവാസാവ് മഹർഷി അതുവഴി വന്നത്. മഹർഷിയെ കണ്ടതും ഈ ഒരു രാജാവ് പൊടി പോലും മിണ്ടിയില്ല, ബഹുമാനം പോലും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദുർവാസാവ് മഹർഷിക്ക് ദേഷ്യം വരികയും അദ്ദേഹത്തിൻ്റെ ശാപം കൊടുക്കുകയും ചെയ്തു. അടുത്ത ജന്മത്തിൽ നീ ഒരു അസുരനായ ജന്മം എടുക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അടുത്ത യുഗത്തിൽ ഈ ഒരു രാജാവ് അസുരനായ ജന്മം പൂണ്ടു. ആ അസുരനാണ് തൃണവർത്തൻ, ശ്രീകൃഷ്ണനെ വധിക്കാമെന്ന മറ്റൊരു അസുരൻ. ഒരു ദിവസം യശോദ ശ്രീകൃഷ്ണനെ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. എടുത്ത സമയത്ത് തന്നെ ശ്രീകൃഷ്ണന് ചെറുതായി ഭാരം കൂടിയതായി യശോദ ശ്രദ്ധിച്ചു. യശോദ ശ്രീകൃഷ്ണനെ താഴെ വെച്ചിട്ട് തിരികെ വെള്ളം കുടിക്കുവാനായി മൺകുടത്തിനടുത്തേക്ക് നീങ്ങി. യശോദ നീങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ കുഞ്ഞു കൃഷ്ണനെ കാണുവാനില്ല. ഈ തൃണവർത്തൻ ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപമെടുക്കുകയും ശ്രീകൃഷ്ണനെ കൊല്ലാൻ വേണ്ടി മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീടാണ് തൃണവർത്തന് മനസ്സിലാവുന്നത് ഇതൊരു സാധാരണ കുഞ്ഞല്ല, കാരണം എൻ്റെ കയ്യിലിരുന്ന് ഈ കുഞ്ഞിന് ഭാരം കൂടി വരുന്നു, ഞാൻ താഴോട്ട് പോകുന്നതായി തൃണവർത്തന് തോന്നി. പിന്നീട് നോക്കിയപ്പോൾ ശ്രീകൃഷ്ണൻ തൻ്റെ മൃദുവായ കൈകളെടുത്ത് തൃണവർത്തൻ്റെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. ആ ഒരു വേദന സഹിക്കാൻ വയ്യാതെ തൃണവർത്തൻ ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങി. ഗോകുലത്തിൽ തന്നെ വന്ന് വീണു. നോക്കിയപ്പോൾ തൊട്ടടുത്തായി ശ്രീകൃഷ്ണൻ ഇരുന്ന് ചിരിക്കുന്നു. അതോടെ മാതാവ് യശോദയ്ക്ക് സമാധാനമായി. ഈ ഒരു കഥ നിങ്ങൾക്ക് മുമ്പേ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ.